ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എൻ്റെ കഥ ഞാൻ വീണ്ടും തുടരുകയാണ്. അച്ഛനെപ്പറ്റി പറഞ്ഞു, അമ്മയെപ്പറ്റി പറഞ്ഞു. ഇനിയുമുള്ളത് ഗുരു, ദൈവം, ഇവർ രണ്ടുപേരുമാണ്. ആദ്യമായിട്ടുള്ള എൻ്റെ ഗുരു, ഞാനൊരാശാമ്പള്ളിയിൽ നിന്നാണ്, പള്ളിക്കൂടത്തിൽ നിന്നാണ് ഞാൻ വിദ്യാരംഭം കുറിച്ചത്. അച്ഛൻ്റെ മടിയിലിരുന്നോ അമ്മയുടെ മടിയിലിരുന്നോ അമ്പലത്തിൽ പോയോ അക്ഷരം കുറിച്ചതായി എനിക്ക് ഓർമ്മയില്ല. ആദ്യമായി ഞാൻ വിദ്യാരംഭം കുറിച്ചത് എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറേപ്പുറത്ത് വെമ്പശ്ശേരിയിൽ നിന്നും പറഞ്ഞൊരു വീടുണ്ടായിരുന്നു. അതിൻ്റെ പടിഞ്ഞാറേ വശത്ത് ഒരാശാനുണ്ടായിരുന്നു. ആ വീട്ടിലാണ്, വെമ്പശ്ശേരി പടിഞ്ഞാറേ വീട്ടിലുള്ള ആശാനാണ് എന്നെ ആദ്യ അക്ഷരമായ ഹരിശ്രീ ഗണപതായി എന്നമ്മ പഠിപ്പിച്ചത്. അതും ഓലയിലായിരുന്നു അന്നത്തെ വിദ്യാരംഭത്തിൻ്റെ ആരംഭം. ബുക്കിലോ സ്ലേറ്റിലോ ഒന്നും ആയിരുന്നില്ല. ഓലയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടിൻ്റെ അത്രയും, കൈയുടെ മുട്ടിൻ്റെ അത്രയും നീളമുള്ള, നല്ല കട്ടിയുള്ള, നല്ല മിനുസമുള്ള ഒരു ഇലയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് പനയുടെ ഓല ആയിരുന്നു എന്നാണ് എൻ്റെ സംശയം. അത് എനിക്ക് ശരിക്കും അറിയില്ല. ആ ഓലയെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആ ഓലയിൽ ആശാന് നാരായം കൊണ്ടാണ് അതിനകത്ത് ആദ്യ അക്ഷരം കുറിച്ച് തന്നത്. നാരായം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. നല്ല നീളമുള്ള, അറ്റം നല്ലപോലെ കൂർമ്പിച്ച, ഇച്ചിരി കട്ടിയുള്ള, ഒരു പെൻസിലിൻ്റെ അത്രയും നീളമുള്ള ഒരു ആണെന്നാണ് എൻ്റെ ധാരണ. ഇരുമ്പിൻ്റെ കൂർപ്പിച്ച് ഉള്ള ആ കൂർമ്പനെയുള്ള ഭാഗം വെച്ചുകൊണ്ടാണ് നമ്മളിന്ന് പേന എങ്ങനെ പെൻസില് നമ്മൾ ഷാർപ്പനറൊക്കെ ചെയ്ത് പെൻസിൽ മൂർച്ച കൂട്ടത്തില്ലേ, അതുപോലെ ആ പോയിൻ്റുണ്ട്. ആ പോയിൻ്റ് കൊണ്ടാണ് ഓലയിൽ അമർത്തി പിടിച്ച് ഓലയിൽ എഴുതുമ്പോൾ ആ അക്ഷരം ആ ഓലയിൽ അച്ചടിച്ച പോലെ അതിൽ പകരും. അങ്ങനെ ഓരോ ഓലയും, ആദ്യത്തെ ഓല കഴിഞ്ഞു, പിന്നെ രണ്ടാമത്തെ ഓല, മൂന്നാമത്തെ ഓല, നാലാമത്തെ ഓല, അങ്ങനെ എല്ലാ അക്ഷരങ്ങളും പഠിച്ചതിന് ശേഷം ആണ് അത് വീട്ടിലേക്ക് നമുക്ക് തന്നു വിടുന്നത്. അത് കൊണ്ടുവന്ന് ആദ്യത്തെ ഓരോ ഓല തന്നു കഴിഞ്ഞാൽ 2 ഓലയായി 3 ഓലയാകുമ്പോൾ അതിൻ്റെ നടുക്കൊരു തുളയിടും. ഒരു വട്ടം അഴിച്ചിട്ട് അതിനകത്ത് ഒരു ചണച്ചരട് ഇട്ട് ഒന്ന് കെട്ടും. കെട്ടിയിട്ട് അത് കൊണ്ടാണ് നമ്മൾ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന് പഠിക്കുന്നത്. ആദ്യത്തെ ഓലയുടെ അക്ഷരം തന്നു കഴിഞ്ഞാൽ അതെല്ലാം വീട്ടിൽ വൈകിട്ട് വരും. അമ്മയുടെ മുമ്പിലിരുന്ന് മണ്ണിലിരുന്ന് അതെല്ലാം എഴുതി കാണിക്കണം. കാരണം മണ്ണിലെഴുതും, പിന്നെ മണ്ണ് തൊട്ട് തുടയ്ക്കും, പിന്നെ അടുത്തത് എഴുതും, പിന്നെയും തുടയ്ക്കും. ഇങ്ങനെ തുടച്ചു എഴുതിയുമാണ് അക്ഷരങ്ങളെല്ലാം ദൃഢമായി പഠിച്ചുകൊണ്ടിരുന്നത്. പഠിത്തകാര്യത്തിൽ അമ്മയ്ക്ക് വലിയ ശാഠ്യമായതുകൊണ്ട് എല്ലാ അക്ഷരങ്ങളും നല്ലതുപോലെ പഠിച്ചെടുക്കാൻ അന്ന് പെട്ടെന്ന് എനിക്ക് സാധിച്ചു. എൻ്റെ കൂടെ ശിവമ്മയുണ്ടായിരുന്നു, ഉഷയുണ്ടായിരുന്നു, അജിതമുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂട്ടുകാരായ ആൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരിൽ 1-2 പേരിന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചാണ് ആശാമ്പള്ളിയിലേക്ക് പഠിക്കാൻ പോകുന്നത്. ആശാമ്പള്ളി വെച്ച് പഠിക്കാൻ പോയിട്ട് ഒറ്റ ഓട്ടമാണ് വീട്ടിൽ നിന്ന് ഓടി അവിടെ പോയിരുന്ന് പഠിച്ച്. അന്നത്തെ ആശാമ്പള്ളി കൂടമെന്ന് പറഞ്ഞാൽ എന്തുവാ, വലിയ ഓടിട്ട കെട്ടിടമൊന്നും അല്ല, ഓലയിട്ട് മേഞ്ഞ ഒരു ചെറിയ ഷെഡ്. താഴെയാണെങ്കിൽ സിമെൻ്റൊന്നും ഇട്ടിട്ടില്ല, മണ്ണ് തന്നെയാണ്. അവിടെ ഒരു വീട്ടിൽ നിന്നൊരു തടുക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ പുൽപ്പായുടെ ചെറിയ കഷ്ണമുണ്ട്. അതുകൊണ്ടാണ് അവിടെ പോയി ഇരിക്കുന്നത്. അതുകൊണ്ട് തഴ കൊണ്ടുണ്ടാക്കിയ പായ എന്നുണ്ടായിരുന്നു. ഈ നെല്ലൊക്കെ ഉണക്കാനായിട്ട് കൈതയുടെ തഴ വെട്ടിയിട്ട് അതുകൊണ്ടുണ്ടാക്കുന്ന ചെറിയ പായുണ്ട്. അത് അല്ലെങ്കിൽ ഒരു തടുക്ക്, അത് അവിടെ കൊണ്ടിട്ടിരുന്നിട്ട് അവിടെ ഇരുന്ന് പഠിച്ചിട്ട് അതും ചുരുട്ടിക്കൊണ്ടാണ് വീട്ടിലോട്ട് ഓടി വരുന്നത്. അന്ന് എഴുതിയ ഓലയും കാണും, കയ്യിലൊരു തടുക്കും കാണും. അതുകൊണ്ട് ഒറ്റ ഓട്ടമാണ് വീട്ടിലേക്ക്. ഇങ്ങനെ പോയി വന്നുമാണ് അക്ഷരാഭ്യാസങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഇന്ന് ആ വീട് അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ആശാൻ ഇന്നില്ലെന്നുള്ളത് തീർച്ചയാണ്. എന്നാലും എൻ്റെ ആദ്യാക്ഷരം കുറിപ്പിച്ച ആ ആശാൻ്റെ മുമ്പിൽ ഞാൻ എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ആ പുള്ളിയെപ്പറ്റി എനിക്കിപ്പം തന്നെ ഓർക്കാനും ചിന്തിക്കാനും ഇങ്ങനൊരവസരം കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞു പോയ ആ കാലങ്ങളിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ അന്നത്തെ ആശാമ്പള്ളിക്കൂടവും അന്നത്തെ ആശാനും ഇതെല്ലാം ഓർക്കുമ്പോൾ എന്തെന്ത് സന്തോഷങ്ങളാണ് മനസ്സിൽ വരുന്നതെന്നറിയാമോ. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഗുരുവും. ആ ഗുരുവിനെ ഞാൻ വന്ദിക്കുന്നു. പിന്നെ 4-മതായി ദൈവമാണ്. ദൈവമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വെച്ച് എപ്പോഴും കുളിച്ച് തൊഴുത് പോയിക്കൊണ്ടിരുന്ന അമ്പലം കുന്നത്തൂർ വനദുർഗ ദേവീക്ഷേത്രമായിരുന്നു. അവിടെ പോയി ദിവസവും തൊഴാറുണ്ടായിരുന്നു, കുളിച്ച് തൊഴാറുണ്ടായിരുന്നു. അവിടുത്തെ പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പോയി തൊഴുതുകൊണ്ടിരുന്ന ഒരു അമ്മയായിരുന്നു അത്. പിന്നെ സർപ്പത്താമാർ ഞങ്ങളുടെ വീട്ടിലുണ്ട്.
ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ അമ്മ തിരുവമ്പണ്ടൂർ, ചെട്ടികുളങ്ങര, മണ്ണാർശാല, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ ഇവിടെയൊക്കെ കൊണ്ടുപോയി തൊഴിച്ചിട്ടുണ്ട്. എന്നാലും മുടങ്ങാതെ മാസം തൊഴിൽ നടത്തിയ 2 ക്ഷേത്രങ്ങളായിരുന്നു. ഒന്ന് ചെട്ടികുളങ്ങരയും ഒന്ന് നമ്മുടെ തിരുവമ്പണ്ടൂർ കൃഷ്ണൻ്റെ അമ്പലവും. അത് കഴിഞ്ഞ് വിവാഹമായി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബോംബെയിലേക്ക് താമസം മാറി. അവിടെയും ദൈവന്മാർക്ക് കുറവൊന്നുമില്ലായിരുന്നു, ഇഷ്ടംപോലെ ദൈവങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വർഷങ്ങളായി എല്ലാ ശക്തിയും, എല്ലാ ദൈവങ്ങളും, എല്ലാ ഭഗവാന്മാരും ഒന്നിച്ചു കൂടിയ ഒരു അവതാര പുരുഷനാണ് ഇന്നെൻ്റെ ദൈവം. അത് മറ്റാരുമല്ല, പുട്ടപർത്തി ശ്രീ ഭഗവാൻ സത്യസായി ബാബയാണ്. എല്ലാ തരത്തിലും എൻ്റെ ജീവിതത്തിനെ മുന്നോട്ട് നയിച്ചതും അവിടെ വന്നതിന് ശേഷം, വന്ന കഥകളെല്ലാം ഞാൻ പിന്നീട് പറയാം. അവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങളും എൻ്റെ സന്തോഷങ്ങളും ഇന്നീ നിലനിൽപ്പും എൻ്റെ മക്കളുടെ ഉയർച്ചയും എന്നെ ഇന്ന് ഈ യൂട്യൂബ് ചെയ്യണമെന്ന് പ്രേരിപ്പിച്ചതും അതിന് ഞാൻ അനുവാദം തന്നതും എല്ലാം എൻ്റെ സ്വാമി മാത്രമാണ്. സ്വാമി തുടങ്ങിക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് കാലെടുത്ത് വെച്ചത് തന്നെ. എൻ്റെ ഏത് കാര്യവും ഞാൻ ഇറങ്ങിപ്പോകുമ്പോഴും വന്നു കയറുമ്പോഴും എല്ലാം സ്വാമിയുടെ ഫോട്ടോയിൽ നോക്കി ഞാൻ പോകട്ടെ അച്ഛാ, അല്ലെ ഞാൻ പോയിട്ട് വരട്ടെ, അല്ലെ ഞാൻ പോയിട്ട് വന്നു, ഇല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാൻ പോവുകയാണ്, അത് പറയാതെ ഞാൻ ഇന്ന് വരെ എൻ്റെ റൂം ഞാൻ പൂട്ടിയിട്ടുമില്ല. തുറന്നാൽ ഉടനെ സ്വാമിയുടെ ഫോട്ടോയിലെ കാലുകളിൽ തൊട്ട് തൊഴുതിട്ടാണ് ഞാൻ അകത്തോട്ട് കയറുന്നത്. എല്ലാ ശക്തിയും, എൻ്റെ ശ്വാസവും ഉച്ഛ്വാസവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന, എൻ്റെ മുമ്പിലും പുറകിലും ഇടത്തും വലത്തുമായി എന്നെ വലയം ചെയ്ത് ആരുടെ ഒരു ഉപദ്രവവും ഇല്ലാതെ എന്നെ മുന്നോട്ടൊരു കാവൽ പോലെ എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ സന്തോഷങ്ങളിലെയും എൻ്റെ ദുഃഖങ്ങളിലും എല്ലാം എന്നോടൊപ്പം നിൽക്കുന്നത് ഭഗവാൻ സത്യസായി ബാബ മാത്രമാണ്. അതാണ് ഇന്നെൻ്റെ കുടുംബത്തിലെ ദൈവം. ഞാനും എൻ്റെ മക്കളും ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു ദൈവമാണത്. എൻ്റെ ജീവിത അവസാനവും ആ മണ്ണിലാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാലും എൻ്റെ സ്വാമിയുടെ പാതാരവിന്ദങ്ങളിൽ, ആ മൃദുലമായ കോമളമായ ആ പാതാരവിന്ദത്തിലേക്ക് ശതകോടി നമസ്കാരം. സ്വാമിക്ക് വേണ്ടി 2 ലൈനിൽ ഞാൻ പാടാം. സായി മാതാ പിതാ ദീനബന്ധു സഖാ, तेरे चरणों में साई मेरा कोटि प्रणाम. मुझे शक्ति दो मेरे साई शिवा, मुझे भक्ति दो मेरे साई शिवा, मुझे मुक्ति दो मेरे साई शिवा. साई माता पिता दीनबंधु सखा, तेरे चरणों में साई मेरा കോടി പ്രണാം. ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരുടെയും സഹായം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു.